പ്രേസ് ലോർഡ് നാമത്തോടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ആരാധന എന്ന് പറയുന്നത് സ്തോത്രം ദൈവത്തിന്റെ മഹിമ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനവും ഹല്ലേലൂയ പുകഴ്ചയും ആരാധനയും മഹത്വമാണ് ആരാധന എന്ന് പറയുന്നത്. ആ സമയം നമ്മളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഹംബിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരാധന സമയത്താണ് നാം ഹല്ലേലൂയ എത്രമാത്രം പാപത്തിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ എന്തെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ആരാധന മധ്യത്തിൽ മനസ്സിലാക്കുവാനും ദൈവസനെ നമ്മളെ താഴ്ത്തുവാനും പറ്റി. ഹല്ലേലൂയ ദൈവത്തെ ഉയർത്തുവാൻ പറ്റും. ഹല്ലേലൂയ അവരെ ആ മഹത്വം ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിനെ ദൈവത്തിനെ ഹല്ലേലൂയ സ്തോത്രം മഹത്വീകരിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ ആരാധനയിൽ വണങ്ങി നമസ്കരിക്കാം, അവിടെ സ്തുതിക്കാം, പുകഴ്ത്താം. ഹല്ലേലൂയ സ്തോത്രം ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ആരാധിക്കുവാൻ ഹല്ലേലൂയ ദൈവം കർത്താവായ യേശുക്രിസ്തു യോഗ്യനാണ്. 150 സങ്കീർത്തനത്തിൽ ആരാധനയെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം അവിടെ പറയാണ്, 150 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പ. അപ്പൊ ആകാശത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ മഹിമ മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കർത്താവേ, ഈ വലിയ ആകാശത്തെ ഉണ്ടാക്കുവാൻ നിനക്കേ കഴിഞ്ഞുള്ളൂ, നിനക്കേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ അത്രമാത്രം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം പവറുള്ള ഹല്ലേലൂയ സ്തോത്രം, അത്രമാത്രം ശക്തിയുള്ള ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നിന്റെ മുൻപാകെ ഞാൻ ഒന്നുമല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് കർത്താവേ, ഇവയെല്ലാം ഹല്ലേലൂയ ക്ഷമിച്ച് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് കഴിയണമെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന്റെ വലിയൊരു വീര്യപ്രവർത്തിയാണ്. നോക്കിക്കുക, നമ്മൾ പിണ്ടാകാരമായിരുന്നു, രൂപമില്ലാതെ പാവമില്ലായിരുന്നു. എന്നാൽ നമ്മളെ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവന്ന് ഹല്ലേലൂയ നമ്മളെ വലിയൊരു ഹല്ലേലൂയ സ്ത്രീയാക്കി. നമ്മളിൽ നിന്ന് മക്കൾ പിന്നെ ഉണ്ടാകുന്നു. ഹല്ലേലൂയ ഈ ജനറേഷനെ ദൈവം കണ്ടിന്യൂ ചെയ്തു. ദൈവത്തിന്റെ വീര്യപ്രവർത്തിയാണ്. നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഒരു സയൻസിനും കഴിയത്തില്ല ദൈവമക്കളെ. ദൈവത്തിന്റെ മഹിമ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം. എങ്ങനെയെല്ലാം ആരാധിക്കണം എന്ന സങ്കീർത്തനത്തെ വീണയോടെ, കാഹളനാദത്തോടെ, കിന്നരത്തോടെ, തപ്പിനോടെ, നൃത്തത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം. തന്ത്രിനാദത്തോടെ, കുഴലിനോടെ അവനെ സ്തുതിക്കണം. ഉച്ചനാദമുള്ള കൈത്താളത്തോടെ, അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണം? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അപ്പൊ ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ നമുക്കുണ്ടെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ ദൈവത്തിന് മഹിമ കൊടുക്കാം. നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധി താഴ്ത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.